LDF സർക്കാരിന്റെ കാലത്ത് വിമർശിക്കപ്പെട്ട നയങ്ങളും നടപടികളും ഒക്കെ തിരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ രണ്ടാഴ്ച ഈ അധികാര കസേരയിൽ അദ്ദേഹം ആ കാലയളവ് പിന്നിടുന്നത് എന്നുള്ളതും ഏറെ പ്രധാനമാണ്. സാധാരണക്കാരുടെ എതിർപ്പിന് പാത്രമായ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതും ആശാ വർക്കേഴ്സിന്റെ വേതനം വർദ്ധിപ്പിച്ചതും കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയ്ക്കടിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുമാണ് വി ഡി സതീശൻ ഭരണമാറ്റത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചത്. അവിടെ നിന്നാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ കേസിൽ CBI അന്വേഷണം കൂടി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കെ എതിർത്ത, വിമർശിച്ച, റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട കാര്യങ്ങളോടെല്ലാം 100% ആത്മാർത്ഥ പുലർത്തുന്ന തീരുമാനങ്ങളുമായാണ് ഭരണത്തിന്റെ ആദ്യ ആഴ്ചകളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കയ്യടി നേടുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനങ്ങളെല്ലാം ഫലത്തിൽ ഒരു തിരുത്തലാണ്. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച കേസ് CBIക്ക് വിടാനുള്ള വി ഡി സതീശൻ സർക്കാരിന്റെ തീരുമാനമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന തിരുത്തൽ. എന്നാൽ വി ഡി സതീശന് ഇത് മുഖ്യമന്ത്രിയായി തീരുമാനിച്ചപ്പോൾ മുതൽ തുടങ്ങിയ തിരുത്തലിന്റെ തുടർച്ചയാണ്. എസ്കോട്ടും പൈലറ്റും ആംബുലൻസും ഫയർ എഞ്ചിനുമെല്ലാമായി ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന വാഹനബാഹുല്യവുമായി നിരത്തിലിറങ്ങില്ല എന്നതായിരുന്നു വി ഡി സതീശന്റെ ആദ്യ തിരുത്തൽ. 3 വാഹനങ്ങൾ മാത്രമുള്ള മോട്ടോർക്കേഡുമായി സഞ്ചരിച്ച് സെക്രട്ടേറിയറ്റിലെത്തിയ വി ഡി സതീശന്റെ ആദ്യ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ തിരുത്തൽ നടപടികൾക്ക് അടിവരയിടുന്നതായി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യാൻ ധവളപത്രം ഇറക്കുന്നതായിരുന്നു ആദ്യ തീരുമാനം. നവകേരള സദസ്സിനെത്തിയ പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിനു നേരെ കരിങ്കൊടി കാട്ടിയ KSU പ്രവർത്തകരുടെ തലക്കടിച്ച കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചതും തിരുത്തൽ നടപടിയായിരുന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 5 പോലീസുകാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടെ ആ തിരുത്തൽ പൂർണ്ണമായി. വെയിലും മഴയും മഞ്ഞും കൊണ്ട് സമരം ചെയ്തിട്ടും നാമമാത്ര വർധനവ് മാത്രം ലഭിച്ച് സമരം അവസാനിപ്പിക്കേണ്ടി വന്ന ആശാവർക്കർമാരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിച്ച തീരുമാനമായിരുന്നു മറ്റൊരു ജനകീയ തിരുത്തൽ. അംഗൻവാടി ജീവനക്കാർക്കും പ്രീ പ്രൈമറി ജീവനക്കാർക്കും കൂടി വേതനം വർദ്ധിപ്പിച്ച് നൽകി. സാധാരണ ജനങ്ങളുടെ ജീവനോപാധിയായ ഭൂമിയിൽ നാട്ടിയ മഞ്ഞക്കുറ്റികൾ പിഴുതെറിയാനുള്ള തീരുമാനമാണ് തിരുത്തൽ നടപടികളിൽ ഏറ്റവും ശ്രദ്ധേയമായത്. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയ തീരുമാനത്തോടെ സാധ്യമായ ഈ തിരുത്തൽ ഒട്ടേറെ പേരുടെ ആശങ്ക അകറ്റി. ചികിത്സാ പിഴവിനെ തുടർന്ന് വയറ്റിൽ കുടുങ്ങിയ കത്രികയുമായി ജീവിക്കേണ്ടി വരികയും നഷ്ടപരിഹാരത്തിനായി അലയുകയും ചെയ്യേണ്ടി വന്ന ഹർഷിൻ്റെക്ക് ജോലി നൽകാനുള്ള തീരുമാനവും വി ഡി സതീശൻ സർക്കാരിന്റെ തിളക്കമുള്ള തിരുത്തലായി. ധൂർത്തും കെടുകാര്യസ്ഥയും നടമാടിയ കിഫ്ബിയെ നിയന്ത്രിക്കാനും ഓഡിറ്റ് നടത്താനുമുള്ള തീരുമാനവും അക്ഷരാർത്ഥത്തിൽ തിരുത്തലാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.